ഇക്കാലമത്രയും ആളെ വച്ച് അസഭ്യം പറയിപ്പിക്കുകയും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ന്യൂനപക്ഷങ്ങളെ സന്തോഷിപ്പിക്കാൻ പ്രസംഗമെഴുതി നോക്കി വായിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇനിയും വിശ്വസിക്കാൻ തയ്യാറല്ല എന്ന് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു. അതാദ്യം മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് നന്നായി മനസ്സിലായി. പച്ചയ്ക്ക് പറഞ്ഞു പറ്റിക്കുകയും വിദ്വേഷം വിളമ്പുകയും ചെയ്യുന്നത് നരേന്ദ്രമോദിയെയും സംഘപരിവാറിനെയും സന്തോഷിപ്പിക്കാനാണ് എന്ന് മനസ്സിലായിട്ട് കുറച്ച് കാലമായി. ഇപ്പോഴിതാ ക്രൈസ്തവ സഭകളും നിരന്തരം വിമർശിച്ചു തുടങ്ങിയിരിക്കുന്നു. പറഞ്ഞു വരുന്നത്, ക്രൈസ്തവ സഭയുടെ മുഖപത്രമായ ദീപിക നിരന്തരമായി ഇപ്പോൾ പിണറായി സർക്കാരിനെതിരെ സത്യം മനസ്സിലാക്കി വിമർശിച്ചു തുടങ്ങിയിരിക്കുന്നു. വെറുതെ കള്ളവാഗ്ദാനങ്ങളും ഇല്ലാത്ത കാര്യങ്ങളും പറയുന്നതല്ലാതെ ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാത്ത സംസ്ഥാന സർക്കാർ നടപടിയെ വീണ്ടും അതിരൂക്ഷമായി ചോദ്യം ചെയ്തിരിക്കുകയാണ് കത്തോലിക്ക സഭ. അവരുടെ മുഖപത്രമായ ദീപികയിൽ തുറന്നടിച്ച വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ CPMന് പണി കിട്ടാനുള്ള വകുപ്പുകളാണ് നൽകുന്നത്. സർക്കാർ ആരെയോ ഭയപ്പെടുന്നുണ്ടെന്നും ദുരൂഹമാണ് സർക്കാർ നടപടിയെന്നും ദീപിക മുഖപ്രസംഗത്തിൽ വ്യക്തമാക്കുകയാണ്. ഭരണഘടനയെയോ മതേതരത്വത്തെയോ വെല്ലുവിളിക്കുന്ന ഒരു മതനിയമമോ ആനുകൂല്യമോ ക്രൈസ്തവർക്കിവിടെ ആവശ്യമില്ല എന്നും ക്ഷേമനിധിയായാലും നോബൽ സമ്മാനമായാലും അർഹതയില്ലാത്തതൊന്നും ക്രൈസ്തവർക്ക് വേണ്ടായോ എന്നുമുള്ള താക്കീതാണ് ക്രൈസ്തവ സഭയുടെ മുഖപത്രമായ ദീപിക നൽകിയിരിക്കുന്നത് അവരുടെ മുഖപ്രസംഗത്തിലൂടെ. കമ്മീഷൻ റിപ്പോർട്ടിലെ 328 എണ്ണത്തിൽ 220 ശുപാർശകൾ പൂർണ്ണമായും നടപ്പാക്കിയെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഏതൊന്ന് പറയാൻ പോലും മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. ക്രൈസ്തവർക്ക് പോലും അതറിയാനാകുന്നില്ല. ദയവായി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാണ് അവരുടെ ഇപ്പോഴത്തെ ആവശ്യം. സഭകൾക്ക് അതൊന്നും വായിക്കാനും ചർച്ച ചെയ്യാനും ഇത്തിരി സമയം അനുവദിക്കണമെന്നും മുഖപ്രസംഗം അവസാനമായി ആവശ്യപ്പെടുകയാണ്. കമ്മീഷൻ്റെ ഒരു ശുപാർശ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാകാം സൺഡേ സ്കൂൾ ക്ഷേമനിധി എന്ന ആശയം പരിഗണിക്കപ്പെടുന്നത്. ഇക്കാര്യത്തിൽ അഭിപ്രായം അറിയിക്കണമെന്ന് ക്രൈസ്തവ സഭകളോട് ആവശ്യപ്പെട്ടിരുന്നു. റിപ്പോർട്ട് പക്ഷേ പ്രസിദ്ധീകരിച്ചിട്ടേയില്ല. ഉള്ളടക്കം സർക്കാരിന് മാത്രം അറിയാം. ക്രൈസ്തവർക്കോ പൊതുസമൂഹത്തിനോ അറിയുകയുമില്ല. എന്നിട്ടും വരൂ അഭിപ്രായം പറയൂ എന്ന് നിർബന്ധിക്കുന്നത് സർക്കാരിൻ്റെ ഒരു വിചിത്ര നടപടിയാണെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് പത്രം. അതിലേറെ വിചിത്രമാണെന്നും ദീപിക ഇതിനെപ്പറ്റി ചൂണ്ടിക്കാണിക്കുന്നു. മറുവശം കേൾക്കാനുള്ള വിമുഖതയെ സൂചിപ്പിക്കുന്ന മൻ കി ബാത്തുകളുടെ പതിപ്പാണ് സംസ്ഥാന സർക്കാർ ഇവിടെ നടത്തുന്ന നടപടിയെന്നാണ് സഭ വിമർശിച്ചിരിക്കുന്നത്. കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചെന്ന പോലെ നിർദ്ദിഷ്ട ക്ഷേമനിധിയുടെ വിശദാംശങ്ങളും ക്രൈസ്തവർക്ക് അറിഞ്ഞിട്ടേയില്ല. മതാധ്യാപകരെക്കുറിച്ചുള്ള നിർവചനം, അംഗത്വം, പദ്ധതികളുടെ നടത്തിപ്പ്, അതുപോലെ ഭരണ സംവിധാനം, സാമ്പത്തിക സമാഹരണം തുടങ്ങിയവയെക്കുറിച്ചൊക്കെ വളരെയധികം ദുരൂഹതയാണ്. പിന്നെ എങ്ങനെയാണ് അഭിപ്രായം പറയുന്നത് എന്നും ദീപിക മുഖപ്രസംഗത്തിൽ ചോദിക്കുന്നു. അങ്ങനെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ യഥാർത്ഥത്തിൽ എതിരാക്കി മാറ്റിയിരിക്കുകയാണ് ഈ കമ്മീഷൻ റിപ്പോർട്ടും അതുപോലെ മുഖ്യമന്ത്രി നടത്തുന്ന ഇത്തരത്തിലുള്ള സമീപനവും.